ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും ഫോണിലെ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ലോക്ക് ചെയ്തിരിക്കണം. ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ നമ്മൾ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വളരെ ഈസി ആയിട്ട് മറ്റൊരാൾക്ക് നിമിഷ നേരം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ യൂട്യൂബിൽ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് കാണുന്നത്, നമ്മൾ ഗൂഗിളിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ സമയത്ത് നമ്മൾ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മുതൽ നമ്മൾ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നിമിഷ നേരം കൊണ്ട് മറ്റൊരാൾക്ക് മൈ ആക്ടിവിറ്റി എന്ന നമ്മുടെ ഫോണിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ മൈ ആക്ടിവിറ്റിയെ കൊണ്ട് വേറെയും പ്രയോജനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഫോണ് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്, ഗാലറി തുറന്ന് നോക്കിയിട്ടുണ്ടോ, വാട്സപ്പ് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മൈ ആക്ടിവിറ്റിയിലൂടെ കാണാൻ സാധിക്കുമെങ്കിലും മറ്റൊരാൾക്കും ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്യുന്നത്, കാണുന്നത്, ഉപയോഗിക്കുന്നത് എന്നൊക്കെ കാണാനും സാധിക്കും. അപ്പോൾ മൈ ആക്ടിവിറ്റി നിങ്ങൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഫോണിലെ ആക്ടിവിറ്റി നോക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ ഓപ്ഷൻ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഏതൊരാൾക്കും നമ്മുടെ ഫോൺ ഒരു നിമിഷം കിട്ടിയാൽ തന്നെ നമ്മുടെ ഫോണിലെ സെറ്റിങ്സിലൂടെ അയാൾക്ക് മൈ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിലൂടെ അയാൾക്ക് പ്രവേശിക്കാൻ പറ്റും. ഏറ്റവും എളുപ്പമാർഗ്ഗം നമ്മുടെ ഫോണിൽ കിടക്കുന്ന ക്രോം ബ്രൗസറാണ്. അതിലൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മൈ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കാനും അത് ലോക്ക് ചെയ്യാനും ഒരേ ഓപ്ഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വീഡിയോ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കാണണം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാർ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ നിങ്ങൾ മൈ ആക്ടിവിറ്റി സ്പെല്ലിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മൈ ആക്ടിവിറ്റിയുടെ വെബ്സൈറ്റ് ലഭിക്കും. ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ലിങ്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഈ ക്രോം ബ്രൗസറിലൂടെ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റിയുടെ ഓപ്ഷൻ ഓണായി കിട്ടും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്നാൽ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ തന്നെ നിങ്ങൾ ഏതൊക്കെ സമയത്ത് ഫോണിൽ എന്തൊക്കെ ചെയ്തു എന്ന വിശദ വിവരങ്ങൾ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്തു, ക്രോമിൽ എന്ത് സെർച്ച് ചെയ്തു, യൂട്യൂബിൽ ഏത് വീഡിയോ കണ്ടു, പ്ലേ സ്റ്റോറിൽ നിന്ന് ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത്, ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചത്, ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ സമയത്ത് ഉപയോഗിച്ചു, ഏതൊക്കെ വീഡിയോ കണ്ടു എന്നുള്ള എല്ലാ വിശദാംശങ്ങളും സമയമടക്കം ഇതിനകത്തുണ്ട്. ഇതുപോലെ തന്നെ ഏതൊരാൾക്കും ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ഫോണിൽ എന്തൊക്കെ ചെയ്തു എന്ന് കണ്ടെത്താൻ സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പൊക്കെ ഞാൻ ഈ മൈ ആക്ടിവിറ്റി ഓഫ് ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അന്നൊക്കെ ഓഫ് ചെയ്തവരാണെങ്കിൽ ആക്ടിവിറ്റി ഒന്നും കാണിക്കുന്നതല്ല. പക്ഷേ ഓഫ് ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് അന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം ഇത് ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നാണ് ആ ഓപ്ഷൻ്റെ പേര്. നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പോപ്പപ്പ് ഇതുപോലെ ഓണായി കിട്ടും. ഡോണ്ട് റിക്വയർഡ് എക്സ്ട്രാ വെരിഫിക്കേഷനിലാണ് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് ആദ്യത്തെ റിക്വയർഡ് എക്സ്ട്രാ വെരിഫിക്കേഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് സേവ് ബട്ടൺ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അല്പസമയം ഒന്ന് കാത്തിരിക്കണം. അല്പസമയം കാത്തിരുന്നാൽ ഇതുപോലൊരു പേജ് ഓപ്പണായി വരികയും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരികയും ചെയ്യും. ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ട് അല്പനേരം ഒന്ന് കാത്തിരിക്കുക. അതിനുശേഷം ഇനി ആര് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഏത് തരത്തിൽ നമ്മുടെ മൈ ആക്ടിവിറ്റിയിൽ വന്നാലും അവർക്ക് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാതെ നമ്മുടെ ആക്ടിവിറ്റി കാണാൻ സാധിക്കില്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ മൈ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് ലോക്കാണ്, ആക്ടിവിറ്റി കാണിക്കില്ല. വെരിഫൈ ചെയ്യണം. വെരിഫൈയിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്പനേരം ഒന്ന് കാത്തിരിക്കണം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ വരും. ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ആക്ടിവിറ്റി പിന്നീട് നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരാൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതായതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.